ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, സെൽ സൊല്യൂഷൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഈ അനലോഗ് മൾട്ടിമീറ്റർ എങ്ങനെ യൂസ് എന്നതിനെക്കുറിച്ചാണ്. ഇപ്പോൾ ഇത് ഡി സി വോൾട്ടേജാണ്. ഇവിടുന്ന് ഇവിടം വരെയുള്ളത് ഡി സി വോൾട്ടേജാണ്. ഇത് അര ഡി സി വോൾട്ടേജ്, അര വോൾട്ടേജ്. ഇത് 2.5, 10, 50, 250, 1000. ഇപ്പോൾ അര വോൾട്ടേജ് താഴെയുള്ളത് ഈ 0.5 ഈ പ്രോബ് കൊണ്ടുവന്ന് വെച്ചാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ എന്നിട്ടാണ് ചെക്ക് ചെയ്യേണ്ടത്. ഈ 2.5 താഴെയുള്ളത് ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കുക, 10 താഴെയുള്ളത് ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കുക, 50 താഴെയുള്ളത് ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കുക. അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ. പിന്നെ വന്നിട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾക്കൊരു 2.8 വോൾട്ടേജ് അല്ല 3.6 വോൾട്ടേജാണ് നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ, നമ്മൾ ഈ 10 കൊണ്ടുവന്ന് വയ്ക്കുക. മൾട്ടിമീറ്ററിൻ്റെ ഈ 2 പ്രോബുകൾ, ഇത് 2 പ്രോബുകളാണുള്ളത്, ഒന്ന് മൈനസും ഒന്ന് പ്ലസും. ഈ 2 പ്രോബുകൾ നെഗറ്റീവ് ബാറ്ററിയുടെ മൈനസ് പോയിൻറ്റിലും ഈ ചുവന്ന വയർ പ്ലസ് പോയിൻറ്റിലും വയ്ക്കുക. എന്നിട്ട് നോക്കുക, ഇവിടെ ഈ മുകളിൽ കിടക്കുന്നതാണ് ഇതിൻ്റെ ഈ വോൾട്ടേജിൻ്റെ മെഷർമെൻറ്റ്, ഡി സി വോൾട്ടേജിൻ്റെ. ഇവിടെ വന്ന് വെച്ച് 1, 2, 2-ന് വരയുണ്ട്, 3, അത് 3.6 ഉണ്ടോ എന്ന് നോക്കുക, 3.6 ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെയാണ് അത് മെഷർ ചെയ്യുന്നത്. അങ്ങനെ 50 വോൾട്ടേജ് ആണെങ്കിലും 50 വോൾട്ടേജ് ആണെന്നൊരിൽ ഈ പറഞ്ഞ പോലെ 10, 20 അതിൻ്റെ തൊട്ടടിയിൽ എഴുതിയിട്ടുണ്ട്. 10, 20, 30 അങ്ങനെ തൊട്ടടിയിലുള്ളത് വെച്ച് 50 വോൾട്ടേജ് ആണെങ്കിൽ ചെക്ക് ചെയ്യുക, 50 വോൾട്ടേജിൻ്റെ താഴെയുള്ളതാണെന്നൊരു. അങ്ങനെയാണ് ഡി സി വോൾട്ടേജിൻ്റെ മെഷർമെൻറ്റ് അനലോഗിൽ. പിന്നെ വന്നേച്ച് മെഷർമെൻറ്റിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ ഇവിടെ എ സി വോൾട്ടേജാണ്. എ സി വോൾട്ടേജ് ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ 250 വോൾട്ട് എ സി ലൈനിലാണ് ചെക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് പ്രോബ് വയ്ക്കുക. പ്രോബ് വെച്ച് ഈ 2 ലൈനെ കുത്തുക, എന്നിട്ട് ചെക്ക് ചെയ്യുക. 230 ആണെന്നൊരു 230. ഇപ്പോൾ നമ്മുടെ ലൈന് 230 ആണ്, അപ്പോൾ 230 വോൾട്ടേജ് കാണിക്കും. എ സി വോൾട്ടേജ് നമുക്ക് മൊബൈലിൻ്റെ റിപ്പയർ ചെയ്യുന്നവർക്ക് ആവശ്യമില്ല, അതുകൊണ്ട് എ സി വോൾട്ടേജ് ഞാൻ സ്കിപ്പ് ചെയ്യുന്നു. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഇതാണ്, റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യുന്ന ഇവിടുന്ന് ഇവിടം വരെയുള്ള പോർഷനാണ്. പിന്നെ ബസറും നമ്മൾ യൂസ് ചെയ്യാറുണ്ട് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാനായിട്ട്, എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഇതിപ്പോൾ 1K ലിട്ടേജ് നമുക്ക് ചെക്ക് ചെയ്യാം. 1K ലിട്ടേജ് നമ്മൾ ഈ പ്രോബ് രണ്ടും കൂട്ടിമുട്ടിക്കുമ്പോൾ ഈ നീഡിൽ വന്നിച്ച് ഇവിടെ വന്ന് ഇടിച്ച് നിൽക്കുന്നതാണ്, കണ്ടല്ലോ. അപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മളൊരു സർക്യൂട്ടിൽ ഇവിടെ വരെ കണക്ഷൻ വരുന്നതായിട്ട് നമ്മൾ ചെക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ മൈനസ് പോയിൻ്റ് വയ്ക്കുക, ഇവിടെ പ്ലസ് പോയിൻ്റ് വയ്ക്കുക, എന്നിട്ട് ഈ ലൈൻ ഓക്കെ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം, പിന്നെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇത് രണ്ടും കൂട്ടിമുട്ടിയാൽ മാത്രമേ, അതായത് കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഈ സൂചി ഇവിടെ കാണിക്കത്തുള്ളൂ. അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം. പിന്നെ റെസിസ്റ്റൻസൊക്കെ കുറച്ച് പഠിക്കാനുണ്ട്, അത് വരും വീഡിയോകളിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്കൊരു കാര്യം ചെക്ക് ചെയ്യാനും ഒക്കെ ആയിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. പുതിയ വീഡിയോകളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.